മാന്നാമംഗലം ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ വല്ലൂർ വനത്തിൽ വിത്തൂട്ട് നടത്തി. കേരള വനം വന്യജീവി വകുപ്പിന്റെയും പുത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെയും ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് നേച്ചർ ക്ലബിന്റെയും സഹകരണത്തോടെ മാന്നാമംഗലം സ്റ്റേഷൻ പരിധിയിലെ വല്ലൂർ കോശിമുക്ക് ഭാഗത്ത് വന്യജീവി ആക്രമണം ലഘൂകരിക്കുന്നതിനായി വന്യജീവി ആവാസ വ്യവസ്ഥ പരിപോഷിക്കുന്നതിന്റെ ഭാഗമായി തദ്ദേശീയ വൃക്ഷത്തൈകൾ വനത്തിൽ നടുന്നതിന്റെയും കേരള വനം വന്യജീവി വകുപ്പിന്റെ ഫുഡ് ഫോഡർ വാട്ടർ പദ്ധതിയുടെ ഭാഗമായി വിത്തൂട്ട് പരിപാടി നടത്തി. പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പട്ടിക്കാട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ AC പ്രജി അധ്യക്ഷനായ ചടങ്ങിൽ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സയന്റിസ്റ്റ് ഡോക്ടർ P സുജനപാൽ മുഖ്യാതിഥി ആയിരുന്നു. മാന്നാമംഗലം ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ M ഷാജഹാൻ, മാന്നാമംഗലം ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ, പുത്തൂർ ഗ്രാമപഞ്ചായത്തിലെ MGNREGS പദ്ധതിയുടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ജാക്സൺ ഷാജൻ, ഒല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് ജോയിന്റ് BDO ലത, ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ ബോട്ടണി വിഭാഗം അധ്യാപകരായ ഡോക്ടർ നിരഞ്ജന MR, ഡോക്ടർ പ്രജിത്ത് TM, രണ്ടാം വർഷ ബോട്ടണി വിഭാഗം വിദ്യാർത്ഥികളും പുത്തൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിഭാഗം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സജിത്ത്, 8ാം വാർഡ് മെമ്പർ ആരോഷ്, വല്ലൂർ കോശിമുക്ക് ഭാഗത്ത് MGNREGS തൊഴിലുറപ്പ് തൊഴിലാളികളും ചടങ്ങിൽ പങ്കെടുത്തു. മണ്ണിൽ സൂക്ഷിച്ചുവെച്ച വിത്തുകൾ കാടിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വിദ്യാർത്ഥികൾ എറിഞ്ഞ് വിത്തൂട്ട് നടത്തി. വൃക്ഷത്തൈ നടലും വനത്തിൽ തൊഴിൽ ചെയ്യുന്ന NREG തൊഴിലാളികൾക്ക് പഞ്ചായത്ത് ഷൂസും ടെന്റ് കെട്ടാൻ ടാർപ്പാളിനും കൊതുക് പ്രതിരോധ മരുന്നും വിതരണം ചെയ്തു. വാട്ടർ പദ്ധതി അത് വന്യജീവികൾക്ക് ആഹാരം, വെള്ളം, അതിനുള്ള വൃത്തിയായ ഒരു ഹെൽത്തിയായ ഒരു കാട് ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു ദൗത്യത്തിൻ്റെ ഭാഗമായി നമ്മൾ ഓരോ ഡിവിഷനിലും ഇത്തരം പദ്ധതികൾ, അതായത് സീഡ് ബോൾസ് ഉണ്ടാക്കി കാടുകളിലെ വിതരണം ചെയ്യും. അതുപോലെ വൃക്ഷത്തൈകൾ, ഫലവൃക്ഷത്തൈകൾ വെച്ച് അതിനെ സംരക്ഷിക്കാം. ഇതിനുള്ള പദ്ധതിയാണ് ഉദ്ദേശിക്കുന്നത്. അതിനായി നമ്മുടെ വൃക്ഷത്തൈകൾ നമ്മുടെ പുത്തൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ NREGS തൊഴിലുറപ്പ് ഉണ്ടാക്കി നമ്മൾ കുറേ ഫലവൃക്ഷ സീഡ് ബോൾസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമ്മുടെ ഈ യോഗത്തിൽ സംബന്ധിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ എല്ലാവരും ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നവർക്ക് കൂടി ഈ പദ്ധതിയുടെ നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പല മീറ്റിങ്ങുകളിൽ പോകുമ്പോഴും ഇപ്പോൾ അല്ലെങ്കിൽ പത്രവാർത്തകളിലൊക്കെ നമ്മൾ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വനത്തിനുള്ളിൽ മൃഗങ്ങൾ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങാനുള്ള പ്രധാന കാരണം വനത്തിനുള്ളിൽ അതിനാവശ്യമായിട്ടുള്ള ഫോഡർ അല്ലെങ്കിൽ ആഹാരത്തിനുള്ള ജീവജാലങ്ങൾ അല്ലെങ്കിൽ സസ്യങ്ങളില്ല എന്നതുകൊണ്ടാണ് മൃഗങ്ങളെല്ലാം പുറത്തേക്ക് ഇറങ്ങുന്നത്. ശരിയായ ധാരണയോ തെറ്റായ ധാരണയോ എന്തായാലും അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതായത് നമ്മുടെ ഒരു ചിന്താഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മനുഷ്യ സമൂഹം ഇവിടെ നിലനിൽക്കുന്നത് അല്ലെങ്കിൽ ഈ ഭൂമി എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അത് നമ്മൾ നിയന്ത്രിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ നമ്മൾ തീരുമാനിക്കുന്ന തരത്തിൽ അതിനെ ട്രെയിൻ ചെയ്യുക എന്നുള്ളതൊക്കെ ഒരു ചിന്താഗതി നമുക്കുണ്ട്. അപ്പോൾ ഈ ഭൂമി മനുഷ്യർക്ക് വേണ്ടി മാത്രമുള്ളതല്ല, ബാക്കി ജീവജാലങ്ങൾക്കും നമ്മളോടൊപ്പം തന്നെ അർഹതയുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ആവാസ വ്യവസ്ഥയിലോട്ട് കയറി നമ്മുടെ അറിവില്ലായ്മ മൂലമോ അല്ലെങ്കിൽ നമ്മുടെ മുൻകാലങ്ങളിലുള്ള നമ്മുടെ തീരുമാനങ്ങളുടെ നമ്മുടെ ബലമായിട്ട് നമ്മൾ ഈ ഭൂമിയിൽ വളരെയധികം ആഘാതങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അതായത് ഗ്രോമോ ഫുഡിൻ്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മൾ മുൻകാലങ്ങളിൽ വനമേഖലകളെല്ലാം കയ്യേറി അത് കൃഷിയിടങ്ങളാക്കി മാറ്റി. വനത്തിൻ്റെ വ്യാപ്തി കുറഞ്ഞു വന്നു. മൃഗങ്ങൾ നമ്മുടെ ആഹാരത്തിന് വേണ്ടിയിട്ടും അല്ലാതെയൊക്കെ വിനിയോഗിച്ച് മൃഗങ്ങളുടെ എണ്ണം കുറഞ്ഞു വന്നു. ഈ മൃഗങ്ങളും വനങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ മനുഷ്യജീവൻ അല്ലെങ്കിൽ മനുഷ്യരാശി കൂടെ നിലനിൽപ്പുള്ളൂ എന്നുള്ളത് നമ്മൾ വൈകിയാണ് മനസ്സിലാക്കിയെങ്കിൽ പോലും അതിൻ്റെ ഒരു ഭാഗമായിട്ട് അപ്പോൾ നമ്മൾ അന്ന് ഏൽപ്പിച്ച ഈ പ്രകൃതിക്ക് ഏൽപ്പിച്ച ആഘാതത്തിൻ്റെ ഒരു ഹീലിംഗ് പ്രോസസ്സ് എന്ന രീതിയിലാണ് നമ്മളെ കൊണ്ടാകുന്ന തരത്തിൽ ചെറിയ രീതിയിൽ കുറച്ച് തൈകൾ നമ്മൾ ഈ കാടിനുള്ളിൽ നട്ട് നമ്മുടെ പ്രകൃതിയോടുള്ള ഹീലിംഗ് പ്രോസസ്സ് നമ്മളിവിടെ ചെയ്യുകയാണ്.
അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ കാടിനെ സംരക്ഷിക്കുക എന്നുള്ളത് നിങ്ങൾക്കൊരു അനുഭവമായിരിക്കണം എന്നതുകൊണ്ടുകൂടെയാണ് നിങ്ങളെ ഈ പരിപാടിക്ക് സ്വാഗതം ചെയ്തത്, നിങ്ങളെ കൊണ്ടുവന്നത്. അപ്പോൾ ഇനി ഈ കാട് പഞ്ചായത്തിനകത്ത് ഇപ്പോൾ ഒരു 4 വാർഡുകളിൽ നിരന്തരം നമുക്ക് വന്യമൃഗശല്യങ്ങൾ വളരെ അധികം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പഞ്ചായത്താണ്. പക്ഷെ നമുക്ക് അവിടെയും കുറ്റം പറയാൻ പറ്റില്ല. അവർക്കും അവകാശപ്പെട്ടതാണ് ഈ ഭൂമി, മനുഷ്യർക്ക് മാത്രമല്ല. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് നിരന്തരം ആനയിറങ്ങുന്ന ശല്യം, പന്നിയിറങ്ങുന്ന ശല്യം, മറ്റു മൃഗങ്ങളുടെ ശല്യം ഒക്കെ, മലയണ്ണാൻ്റെ ശല്യം, ഇതൊക്കെ അവർ വരുന്നത് അവരുടെ ഭക്ഷണം സംഭരിക്കാനും അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായ സാധനങ്ങളും നമ്മൾ താമസിക്കുന്ന ഏരിയയിലാണ് ഇപ്പോൾ കിട്ടുന്നത്. അവർ താമസിക്കുന്ന ഇടങ്ങളിലൊക്കെ ഇപ്പോൾ ഇതൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ ഇപ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് എന്താണെന്നൊന്നും ഇപ്പോൾ ഫോറസ്റ്റുകാർ പറഞ്ഞു, അവർക്ക് അതെന്താണെന്ന് അറിയില്ല. അപ്പോൾ അതുപോലെ ഒരു അറിവ് തന്നെ എനിക്കുള്ളൂ. പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് പരമാവധി നമ്മളെ കൊണ്ട് സാധിക്കുന്നത് അവർ നാട്ടിലേക്ക് ഇറങ്ങി വരാതെ അവരുടേതായ സൗകര്യത്തിന് അവർക്ക് ഭക്ഷണവും വെള്ളം കിട്ടാവുന്ന രീതിയിൽ കാടിനുള്ളിൽ തന്നെ അത് ഉൽപ്പാദിപ്പിച്ചെടുക്കാനുള്ളൊരു പ്രവർത്തനമാണ് ഗ്രാമപഞ്ചായത്ത് എന്നുള്ള രീതിയിൽ പല ഗ്രാമപഞ്ചായത്തുകളും നമ്മുടെ കളക്ടർ വിളിച്ച യോഗങ്ങളിലൊക്കെ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നതാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നിലവിലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും നാട്ടിലെ മുഴുവൻ ആളുകളുടെയും അതുപോലെ തന്നെ സ്റ്റുഡൻസിൻ്റെ ഒക്കെ കൃത്യമായൊരു ഇടപെടലിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കഴിയാവുന്ന തരത്തിൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കാനും അതുപോലെ തന്നെ വന്യജീവികളെ നാട്ടിലോട്ട് വരാനുള്ള ആ പ്രവണതയെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനായിട്ട് കഴിയണം എന്നുള്ളൊരു ആശയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടുത്തെ വിത്തൂട്ട് പരിപാടി. അത് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇവിടെ നമ്മുടെ തൊഴിലുറപ്പ് ചേച്ചിമാരുടെ ഉണ്ട്. അവർ സാധാരണ രീതിയിൽ അതിനുള്ളിലേക്ക് കടന്ന് വർക്ക് അവർക്ക് ചെയ്യാൻ പറ്റാറില്ല. പക്ഷേ ഫോറസ്റ്റിൻ്റെ ഒരു പ്രത്യേക ഇടപെടലിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ അവർക്ക് ആക്ഷൻ പ്ലാൻ രൂപീകരിച്ച് അതിൻ്റെ അംഗീകാരം മേടിച്ച് ഇപ്പോൾ അവർ നമ്മുടെ കാടിൻ്റെ ഉള്ളിൽ വർക്ക് ഏറ്റെടുത്തിരിക്കുകയാണ്. തീർച്ചയായും അവരും നമ്മളോട് സഹകരിക്കുന്നത് ഒരു വനാതിർത്തിയിലാണ് ഇത് ചെയ്യുന്നത്. ഫോറസ്റ്റിൻ്റെ സഹകരണത്തോടു കൂടി മാത്രമാണ് അവർക്ക് ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റുക. അവർ ആദ്യമൊക്കെ മടിച്ചു നിന്നെങ്കിലും നമ്മുടെ നാട്ടിലേക്ക് ഏറ്റവും ഉപകാരമുള്ള ഒരു കാര്യമല്ലേ എന്നുള്ള ഒരു മനസ്സിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് അവരൊക്കെ ഇവിടെ വന്നിട്ടുള്ളത്. തീർച്ചയായും അവർ പറഞ്ഞത് ഞങ്ങൾക്കൊരു വരുമാന മാർഗം മാത്രമല്ല, നമ്മുടെ നാടിനെ സംരക്ഷിക്കുക എന്നുള്ളതിൻ്റെ ഒരു ദൗത്യമാണ് ഞങ്ങൾ ഏറ്റെടുക്കുന്നത്. സന്തോഷമുള്ളൂ. തീർച്ചയായും ഞങ്ങളിത് അവസാനിക്കുന്നത് വരെ നമ്മളോടൊപ്പം അവരും ഉണ്ടാകുമെന്നാണ് തൊഴിലാളികളായിട്ടുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇവർ മാത്രം ഉണ്ടായ നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങൾ മുന്നോട്ട് പോകില്ല. ഇവിടുത്തെ നാട്ടുകാരുടെ സഹകരണം വേണം. അതുപോലെ തന്നെ നമ്മളോട് സഹകരിച്ച് നിൽക്കുന്ന മുഴുവൻ ആളുകളുടെയും എല്ലാ റേഞ്ച് ഓഫീസർ അടക്കമുള്ള വളരെ ഊർജ്ജസ്വലരായ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഏറ്റവും പ്രിയപ്പെട്ട ബോട്ടണിയിലെ വിദ്യാർത്ഥികളെ എല്ലാവർക്കും